പിണറായി സർക്കാർ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ബാർ ഉടമകൾക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ കുറെ കണക്കുകളുണ്ട്. അപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം പുതുതായി അനുവദിച്ചത് 97 ബാറുകളാണ്. ഈ ബാർ ലൈസൻസ് ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകുകയും ചെയ്തതോടുകൂടി 130 ബാറുകൾ അധികമായി തുറക്കുകയും ചെയ്തിരിക്കുന്നു. വേറെയും അവർക്ക് അനുകൂലമായ ചില കാര്യങ്ങളുണ്ട്. ഈ ടേൺ ഓവർ ടാക്സ് വെട്ടിപ്പ് നടത്തിയ ബാറുകൾക്ക് മദ്യം നൽകരുത് എന്ന നികുതി വകുപ്പിന്റെ നിലപാട്, നികുതി വകുപ്പ് പറഞ്ഞാണ് കൊടുക്കരുത് എന്ന്, ആ നിലപാട് അട്ടിമറിച്ചു. അപ്പോൾ പൂർണ്ണമായും ബാർ ഉടമകൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഒരു വശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത കൂടുതൽ അനുകൂലമായ നിലപാടുണ്ടാക്കാൻ വേണ്ടി നമ്മളിതാ പണം പിരിച്ചു നൽകേണ്ടതുണ്ട് എന്ന് ബാർ ഉടമകളുടെ സംഘടന ആലോചിക്കുന്നു. അതിന്മേൽ ഇത്ര പണം ഓരോരുത്തരും നൽകണമെന്ന് പറയുന്നു. ഇതായിരുന്നു ആ ശബ്ദരേഖ എന്ന വ്യാഖ്യാനം സ്വാഭാവികമായി ഉയരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയെ ഉണ്ടായിട്ടില്ല എന്നാണ് എക്സൈസ് മന്ത്രി ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. ആലോചനയില്ല എന്ന് പറയുമ്പോൾ ഈ പുറത്തു വന്ന കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു മദ്യനയം വരുന്നേയുള്ളൂ, അതുമേലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തന്നെ ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചതാണ്. അന്ന് തന്നെ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? സ്മൃതി, ഈ വിഷയത്തിൽ നമ്മൾ പൊതുവിൽ കേൾക്കാറുള്ള ഒരു പദമുണ്ടല്ലോ, സാധാരണ പല ഉപമയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, അധരവ്യായാമം. ശരിക്കും അധരവ്യായാമം എന്താണെന്നുള്ളത് മനസ്സിലായത് ഇന്നലെയും ഇന്നുമായിട്ടാണ്. ഈ പുതിയ ബാർക്കോഴ കേസ് എന്നുള്ള നിലയിൽ ഇത് LDF സർക്കാരിനെതിരെ കൊണ്ടുവരാം എന്ന് കരുതി കെട്ടിപ്പൊക്കിയതാണ് ഈ കഥ. ഇത് ഇന്നലെ മാത്രം ഉണ്ടായതല്ലല്ലോ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിങ്ങനെ ഏറെ നിൽപ്പുണ്ട്. ചില മാധ്യമങ്ങളിൽ സജീവമായി ഇത് കൊണ്ടു നടക്കുന്നുമുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എന്താ ഉണ്ടായത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ ബാറുടമകളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി ചെയ്തു കൊടുക്കുന്നുണ്ട് LDF സർക്കാർ എന്ന് പറയുന്നു. LDF സർക്കാരിന് ഈ 8 വർഷമായിട്ട് ഇത്തവണ പുതിയ മദ്യനയം ഉണ്ടാക്കുകയല്ലോ. എല്ലാ വർഷവും എക്സൈസ് പോളിസി ഉണ്ട്. ആ എക്സൈസ് പോളിസി അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ബാറുകളും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അബ്കാരി രംഗത്തുള്ള എല്ലാം പ്രവർത്തിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ എല്ലാ വർഷവും ആബ്കാരി നയം ഉണ്ടാകും. ആ ആബ്കാരി നയം ഇത്തവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് കാമ്പും കഴമ്പുമുണ്ട് എന്ന് പറയാം. ഇപ്പോൾ ബഹുമാന്യ സുഹൃത്ത് ശ്രീ VP സജീന്ദ്രൻ പറയുന്നത് ശ്രീ MM ഹസൻ പറഞ്ഞ അതേപടി ആവർത്തിക്കുകയാണ്. 2 മന്ത്രിമാർക്കെതിരെയാണ് ആരോപണം. എന്താരോപണം? ഇവർക്ക് ഈ ബാർ ഉടമ സംഘം, അവരുടെ അസോസിയേഷൻ അല്ലെങ്കിൽ അവരുടെ സംഘടന ആർക്കെങ്കിലും ആരിൽ നിന്നെങ്കിലും ഈ സംഘടനയുടെ ആരിൽ നിന്നെങ്കിലും LDF നേതാക്കളോ മന്ത്രിമാരോ ആരെങ്കിലും ഒരു പൈസയെങ്കിലും കൈപ്പറ്റിയതായിട്ട് ഈ MM ഹസൻ UDF കൺവീനർക്കോ ഈ ചർച്ചയിലിരിക്കുന്ന ശ്രീ VP സജീന്ദ്രനോ പറയാനുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്നാണ് UDF കൺവീനർ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ ആ വിവരം തരണം. അത് പോലീസിന് എളുപ്പമല്ലേ അന്വേഷിക്കാൻ? ഇപ്പൊ നിങ്ങൾ പറയുന്നു പിണറായിയുടെ പോലീസിനെ, വിജിലൻസിനെ ഒന്നും ക്രൈംബ്രാഞ്ചിനൊന്നും വിശ്വാസമില്ല. പക്ഷെ നിങ്ങൾ സോളിഡ് എവിഡൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എവിഡൻസ് മറികടന്ന് പോകാൻ പിണറായിയുടെ പോലീസിനും കഴിയില്ലല്ലോ. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. അത് ഈ നിയമപ്രകാരം നിങ്ങളുടെ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് കൊടുത്താൽ അത് അവഗണിച്ചുകൊണ്ടോ മറികടന്നുകൊണ്ടോ മുമ്പോട്ട് പോകാനായിട്ട് ഒരു അന്വേഷണ സംവിധാനത്തിനും കഴിയില്ല. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായി പറയണ്ട, നിങ്ങൾ അവിടെ കൊടുത്താൽ മതി. ഞങ്ങളത് അവിടെ കൊടുക്കും, ക്രൈംബ്രാഞ്ചിന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഞങ്ങളത് കൊടുക്കും എന്ന് പറയട്ടെ UDF കൺവീനർ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അതാണല്ലോ ഏറ്റവും ഗുണകരമാകുന്ന ഒരു പ്രസ്താവന. ശ്രീ M ജയേന്ദ്രൻ, അന്വേഷണ സംവിധാനത്തെ കുറിച്ച് പുകഴ്ത്തുമ്പോൾ ഒന്നാം ബാർക്കോഴ അന്വേഷണം എവിടെ എത്തി? അല്ല, ഞാൻ പറയുന്നത് 2024 സംഭവവികാസമാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അതിനാണല്ലോ സ്മൃതി വിളിച്ചത് ഇന്നത്തെ ചർച്ചയ്ക്ക്. ഒന്നാം ബാർക്കോഴ കേസിന്റെ അന്വേഷണത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ പ്രശ്നമാണല്ലോ സർക്കാരിനെ എങ്ങനെ പ്രതികൂട്ടിലാക്കാം എന്ന് കരുതിയാണല്ലോ ഈ ചർച്ച ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് തന്നെ. അപ്പൊ അത് തന്നെ ചർച്ച ചെയ്യുന്നല്ലേ ഏറ്റവും ഫലപ്രദമായ കാര്യം. ഒന്നാം ബാർക്കോഴ കേസിൽ അത് KM മാണി വെള്ളപൂശിയെന്ന് മാധ്യമങ്ങൾ ആവോളം പറഞ്ഞിട്ടുണ്ട്. LDFനെ അതിന്റെ പേരിൽ തേക്കാവുന്ന കാര്യം മുഴുവൻ വാരി തേക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോഴും LDFനാണ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ആ ചർച്ചയ്ക്ക് ഇപ്പോ സാങ്കത്യമൊന്നും ഇപ്പൊ ഇവിടില്ല. അത് ശരി, മുന്നണി മാറുന്നതനുസരിച്ചാണ് കോഴ ആരോപണത്തിലെ അന്വേഷണം, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ M ജയചന്ദ്രൻ? വിജിലൻസ് അന്വേഷിച്ചു, 3 തവണ ക്ലോഷർ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു, കോടതി അത് അംഗീകരിച്ചില്ല. നരേന്ദ്രമോദിയോട് ചോദിക്കണം ആ ചോദ്യം.
അതെ, അത് നരേന്ദ്രമോദിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഉദ്ധവ് താക്കറെയുടെ പക്ഷത്ത് നിന്നവരെ എല്ലാം അങ്ങോട്ട് പറിച്ചു മാറ്റിയിട്ട് അവരുടനെ വെളുപ്പ് ഒരു വിഭാഗം പ്രഫുൽ പട്ടേല് മിടുക്കനായത് എങ്ങനെയാണ്, അഴിമതി ഇല്ലാതായത് എങ്ങനെയാണ്, അത് അവിടെയാണ് ചോദിക്കേണ്ടത്. ഇവിടെ അല്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ അന്ന് സംഭവിച്ചത്. അത് മറ്റൊരു സംഗതിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ആ വിഷയത്തിലേക്ക് തന്നെ വരൂ, അതല്ലേ വേണ്ടത്. ഇതിനിപ്പോൾ രണ്ടാം ബാർക്കോഴ എന്ന് പറയുമ്പോൾ ഒന്നാം ബാർക്കോഴ എന്തായെന്നൊരു ചോദ്യം ചോദിക്കാനേ പാടില്ല എന്നെങ്ങനെയാണ് താങ്കൾ പറയുക ശ്രീ ജയേന്ദ്രൻ? അല്ല, ഈ പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാണല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പം മാണിസാറിനെ കോഴമാണി എന്ന് വിളിച്ചാക്ഷേപിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ പോലും നിയമസഭ അടിച്ചു തകർത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാലായിൽ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചെരുപ്പെറിഞ്ഞ് സമരം നടത്തിയ ഈ ജയേന്ദ്ര സാർ ഇടതുപക്ഷ നിരീക്ഷകനല്ലേ? അങ്ങ് വിശ്വസിക്കുന്ന പാർട്ടിയുടെ നിലപാടെന്താ? ഒന്നാം ബാർ കോഴക്കേസിൽ അങ്ങയുടെ നിലപാട് ഇപ്പോൾ ഒന്ന് തുറന്നു പറയാമോ ഈ ചാനലിൽ പൊതുജനങ്ങളോട്, ഇത് വീക്ഷിക്കുന്ന പ്രേക്ഷകരോട്? അങ്ങനെ ഇത് ചർച്ച ചെയ്യാനല്ല അങ്ങ് വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ ചർച്ചകൾ ഇപ്പോട്ട് പറയുകയാണ്. ശ്രീ സജീന്ദ്രൻ അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ശ്രീ ജയേന്ദ്രൻ പറയൂ. അല്ല, അങ്ങനെയല്ലല്ലോ ഇത്. പിന്നെ ഒന്നാം ബാർ കോഴ കേസിന്റെ കാര്യമാണ് ചർച്ചാ വിഷയമെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ അതിനകത്ത് എല്ലാ താങ്കൾ ചോദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാമായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കും. ഇപ്പൊ അതിന്റെ 2014 മാർച്ച് 21, 22, പിന്നെ ഏപ്രിൽ 2 അത്തരം ചില തീയതികൾ മാത്രമേ ഇപ്പൊ മുമ്പിലുള്ളൂ. അതിന്റെ ക്രോണോളജി മൊത്തം എടുക്കണമല്ലോ. അത് എടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. കെ ബാബുവിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞതെന്നുള്ളത് അതുകൂടെ എടുക്കാം. മാണിസാറിനെ മാത്രമല്ലല്ലോ, ഇദ്ദേഹവും വന്നല്ലോ, അടൂർ പ്രകാശം വന്നായിരുന്നല്ലോ, അടൂർ പ്രകാശിനെതിരെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതും എടുക്കാം. അതെല്ലാം എടുത്ത് ഞാനൊരു സെറ്റായിട്ട് തന്നെ വരാമെന്നേ. ഫയലെല്ലാം എൻ്റെ കയ്യിലുണ്ട്, അങ്ങത് സംശയിക്കണ്ട. ഫയലുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവരൊക്കെ യു ഡി എഫിൽ തന്നെയുണ്ട്. അതൊക്കെ യു ഡി എഫിൽ തന്നെയുണ്ട്. അവരൊക്കെ മാണിസാറിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി. ശരി, അദ്ദേഹം പറയട്ടെ. ശരി, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്? പറയൂ. അല്ല, ഈ അടൂർ പ്രകാശും കെ ബാബുവും ഒക്കെ യു ഡി എഫിൽ തന്നെ ഉണ്ട്. മാണി വിഭാഗമാണ് അവിടെ ഇല്ലാതെ പോയത്. അതെന്തുകൊണ്ട് ഇല്ലാതെ പോയി എന്നുള്ള രാഷ്ട്രീയമായ കാരണങ്ങൾ അവർക്കറിയാം, താങ്കൾക്കും അറിയാം. അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമാവേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ കാര്യം മാത്രമാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞ ഇതാണ്, ഈ അധര വ്യായാമം എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു വ്യായാമം പോലും അല്ലാതെ മാറുന്ന അവസ്ഥ ഉണ്ടല്ലോ. എം പി രാജേഷൻ എക്സൈസ് മന്ത്രി തന്നെ അങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എക്സൈസ് മന്ത്രി തന്നെ DGPക്ക് പരാതി കൊടുക്കുക, ഇങ്ങനത്തെ ആരോപണം ഉയർന്നിരിക്കുന്നു, അതുകൊണ്ട് ഇതിനെപ്പറ്റി സമഗ്രമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് എക്സൈസ് മന്ത്രി DGPക്ക് പരാതി കൊടുക്കുന്ന ചരിത്രം ഇതിനു മുൻപ് എന്തെങ്കിലും ഉണ്ടായിട്ട് ശ്രീ VP സജീന്ദ്രൻ താങ്കൾക്കറിയുമോ? എനിക്കറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ പരാതിയാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. അതുണ്ടായി കഴിഞ്ഞ് ഇന്നലെ മറ്റൊരു ബാർ ഉടമ പറഞ്ഞോളൂ. അല്ല, ഞാനൊന്ന് പറയട്ടെ സാർ, ഞാൻ താങ്കളുടെ സമയത്ത് ഇടപെടാനേ വരുന്നില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ പ്ലീസ്. അപ്പൊ അത് ഇന്നലത്തെ ആരോപണം പക്ഷെ ഇന്നില്ല. ഞാനിപ്പോ ഇനി ഇവിടെ ഇയാളുടെ വാട്സാപ്പ് മെസ്സേജ് ഞാൻ വായിക്കേണ്ട കാര്യമില്ല. അല്ലമീന്റെ അത് ഇതിൽ പറഞ്ഞല്ലോ, അത് എന്താണ് സംഭവം എന്നുള്ളത് വായിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അത് ഇന്നലത്തെ ആരോപണം ഇന്നലെ തന്നെ തീർന്നു. ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ ഉദ്ദേശിച്ച ഇതാണ് എന്ന് പറഞ്ഞ അതേ അനിമോൻ ഇന്ന് പുതിയ വാട്സാപ്പ് മെസ്സേജുമായിട്ട്, ഇന്നലെ ഓഡിയോ ക്ലിപ്പായിരുന്നെങ്കിൽ ഇന്ന് വാട്സാപ്പ് മെസ്സേജാണ്, അതുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതോടുകൂടി ഇനി എന്താണ് ഇതിൻ്റെ അകത്ത് നിലനിൽക്കുന്നത്? ഈ 3 ആഴ്ച മുൻപ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടി, ഒന്നരാളെ പരാതിയുണ്ട്, കിട്ടിയിരുന്നല്ലോ. അത് വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയും ഈ സംഘടനാ നേതാക്കളെല്ലാം വിളിച്ചു ചോദിച്ചതായിട്ട് മറ്റേ ഇയാൾ ചൈന സുനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരെയൊക്കെ വിളിച്ച് വിജിലൻസ് ഓഫീസർ ചോദിച്ചിരുന്നു എന്നുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ വേറെ വഴിക്ക് നടക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി ഇതിന്റെ കെട്ടി തീർന്നു. ഇനിയിപ്പോ എന്താണ് പറയാൻ കഴിയുക? ഇതിന്റെ അകത്ത് എക്സൈസ് മന്ത്രി മാത്രമല്ല, ടൂറിസം മന്ത്രിയുണ്ട്. ആയിക്കോട്ടെ സാർ, ഞാനതാണ് പറഞ്ഞത്. അനിമോനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നു അല്ലേ? ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ട് അനിമോൻ പറയുന്നതിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നു അല്ലേ? ഞാൻ അല്ല, മാധ്യമങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ കാര്യം ഇടതുപക്ഷത്തിന്റെ കാര്യവും വിടൂ.
മാധ്യമങ്ങൾക്ക് അല്ല, ഇന്നലെ അല്ല, മാധ്യമം അല്ല, പറഞ്ഞ ഇന്നലെ വേദവാക്യം വിശ്വാസം- പറയുന്നുണ്ട്. അല്ല ഇന്ന് വിശ്വാസത്തിനൊന്നുമില്ല. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഇന്നിപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരു സന്ദേശം എന്നുള്ള നിലയ്ക്ക് അത് വാർത്തയാണ്. ആ വാർത്ത പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഈ അനിമോൻ എവിടെ? അനിമോനെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു മിനിറ്റ്, നേരത്തെ ഇങ്ങനെ ഒരു കാര്യം ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന ശേഷം അനിമോനെ കാണാനില്ലായിരുന്നു. പുറത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ സമ്മർദ്ദം അനിമോനുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ പിന്നെ മാറ്റി പറയല്ല, എന്താണ് വഴി? അല്ല അയാളുടെ വാട്സാപ്പ് മെസ്സേജിലൊന്നും CPM അയാളെ എവിടെയെങ്കിലും കടത്തിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കാന്ന് അയാൾ പറയുന്നില്ലല്ലോ. പിന്നെ അയാൾ എവിടെയായിരുന്നോ അയാൾ വെളിപ്പെടുത്തട്ടെ. അതൊന്നും എന്റെ തലവേദനയല്ല, ഇടതുപക്ഷത്തിന്റെയും തലവേദനയല്ല. അതൊന്നും പറയേണ്ട, അന്വേഷിക്കേണ്ട കാര്യമില്ല. ബന്ധപ്പെട്ടപ്പം മാധ്യമങ്ങളാണല്ലോ ഇന്നലെ അയാളെ മുഴുവൻ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത്. അപ്പൊ ഇന്ന് അയാൾ പറയുന്നതും പറയാൻ ബാധ്യസ്ഥരായി മാറിപ്പോയി എന്നുള്ളതാണ് അതിനകത്തെ ദൗർഭാഗ്യകരമായ അവസ്ഥ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നുപെട്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.